ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുട്ടികളുടെ അവകാശങ്ങളും നിയമങ്ങളും സംബന്ധിച്ചുള്ള അജ്ഞതയാണ് ബാലവേലയും ബാലപീഡനങ്ങളും ലൈംഗികാതിക്രമങ്ങളും വർദ്ധിക്കുവാനിടയാകുന്നത്. പൊതുസമൂഹത്തിൽ ബോധവൽക്കരണം മാത്രമാണ് ഇതിനൊരു പോംവഴി. അതിന് മാധ്യമ സ്ഥാപനങ്ങളും പോലീസും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. വിശ്വാസവും സംസ്കാരവും ഒന്നാണെന്നും വിശ്വാസത്തെ മാറ്റി നിർത്തിയുള്ള സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പൊതുമേഖലാ ബാങ്കുകൾ കുത്തകകൾക്ക് കൈമാറുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ചതെന്ന് AIYF ജില്ലാ പ്രസിഡന്റ് KP ബിനു. കച്ചവട ലൈസൻസ് ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് വ്യാപാരി നേതാവ് K ഹസൻ കോയ. വിശദമായ വാർത്തകളിലേക്ക്. വിശ്വാസവും സംസ്കാരവും ഒന്നാണെന്നും വിശ്വാസത്തെ മാറ്റി നിർത്തിയുള്ള സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ KP കേശവമേനോൻ ഹാളിൽ നടന്ന ഭാഷാ സമര അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 30 യൂത്ത് ലീഗ് ദിനത്തോടനുബന്ധിച്ച് ഭാഷാ സമര അനുസ്മരണ സമ്മേളനം നടത്തി. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസവും സംസ്കാരവും ഒന്നാണെന്നും വിശ്വാസത്തെ മാറ്റി നിർത്തിയുള്ള സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിശ്വാസങ്ങളെ മാറ്റി നിർത്തി സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുക എന്നത് ജനാധിപത്യത്തിന്റെ പേരിൽ ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ മുറവിൽ കൂട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ഭരണഘടനക്ക് വിരുദ്ധമാണ്. ഭരണഘടന പറയുന്നത് ഏത് സമൂഹത്തിന്റെയും വിശ്വാസത്തെ സംരക്ഷിക്കാൻ രാഷ്ട്രത്തിന് കടമയുണ്ട് എന്നുള്ളതാണ്. ആ വിശ്വാസത്തെ മാറ്റി നിർത്തി രാഷ്ട്രത്തിന്റെ സംസ്കാരങ്ങൾ എന്ന പേരിൽ പലതും വരും. അതിനൊക്കെ എല്ലാവരും പിൻപറ്റണം എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ചടങ്ങിൽ PM ഹനീഫ് സ്മാരക വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ PKK ബാവ, MC വടകര, PA റഷീദ്, MA റസാഖ് മാസ്റ്റർ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ KM അബ്ദുൾ ഗഫൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബേർ എന്നിവർ സംസാരിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് PM സാദിഖ് അലി അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് KS കബീർ, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, KP താഹിർ, CPA അസീസ്, PA അഹമ്മദ് കബീർ, റഷീദ് ആലിയാൻ, CH ഇക്ബാൽ, PK ഫിറോസ്, KT അബ്ദുറഹിമാൻ, ജലാൽ പൂതുക്കുഴി, MA സമദ്, KA മുജീബ്, അഷ്റഫ് മാടൻ, PG മുഹമ്മദ്, നജീബ് കാന്തപുരം, അഡ്വക്കേറ്റ് AV അൻവർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് കോഴിക്കോട് സെക്ഷൻ ജഡ്ജ് V ഭാസ്കരൻ. പ്രസ് ക്ലബും ചൈൽഡ് ലൈനും സംയുക്തമായി സംഘടിപ്പിച്ച മാധ്യമ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈൽഡ് ലൈനിന്റെ സഹകരണത്തോടെ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികളുടെ അവകാശങ്ങളും അതിന്റെ സംരക്ഷണവുമാണ് വർക്ക്ഷോപ്പിലെ പ്രധാന വിഷയം. ജില്ലാ സെഷൻ ജഡ്ജ് V ഭാസ്കരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കാൻ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ജഡ്ജി V ഭാസ്കരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചൈൽഡ് ലൈൻ ഡയറക്ടർ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബാബു നരിക്കുനി, ശ്രീല മേനോൻ, ബബിത, ഷീബ മുംതാസ്, സുലൈമാൻ, മുഹമ്മദ് അലി MP, അഷ്റഫ് കാവിൽ എന്നിവർ സംസാരിച്ചു. സബ് ജഡ്ജി RL ബൈജു വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകളെടുത്തു. പൊതുമേഖലാ ബാങ്കുകൾ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കാൻ റിലയൻസ് SBTയെ ചുമതലപ്പെടുത്തിയതെന്ന് AISF ജില്ലാ പ്രസിഡന്റ് KP ബിനു. കണ്ണൂർ റോഡ് SBT ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കുവാൻ റിലയൻസിനെ അധികാരപ്പെടുത്തിയ SBT നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് AISF പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി SBTയുടെ വിവിധ ശാഖകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AISF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കണ്ണൂർ റോഡിലെ SBTയുടെ മുഖ്യ കാര്യാലയം ഉപരോധിച്ചു. കൃഷ്ണപിള്ള മന്ദിരത്തിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. പ്രതിഷേധ പരിപാടികൾ AISF ജില്ലാ പ്രസിഡന്റ് KP ബിനൂപ് ഉദ്ഘാടനം ചെയ്തു. വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കുവാൻ റിലയൻസിനെ അധികാരപ്പെടുത്തിയത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണെന്ന് KP ബിനൂപ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണിത്. രാജ്യത്തെ ജനങ്ങളിൽ നിന്നും സംഭരിച്ച സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ അനുവദിച്ചത് തിരിച്ചുപിടിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ സ്വകാര്യ ബ്ലേഡ് കമ്പനികൾ പോലും ചെയ്യാത്ത രീതിയിൽ ഇവിടുത്തെ സ്വകാര്യ കുത്തക മുതലാളികളുടെ കൈകളിലേക്ക് 100 രൂപ തിരിച്ചുപിടിച്ചാൽ അതിൽ 15 രൂപ കമ്മീഷൻ എന്ന രൂപത്തിലാണ് SBT ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അവർക്ക് കൈമാറിയിട്ടുള്ളത്. AISF ജില്ലാ സെക്രട്ടറി CK ബിജിത് ലാൽ, നിഹാൽ, വിനീഷ്, മോഹിത്, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. കച്ചവട ലൈസൻസ് ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് K ഹസൻ കോയ. വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വ്യാപാര സംഘടനകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ കോയ വിഭാഗത്തിന്റെ സംസ്ഥാന കൌൺസിലും പുതിയ ഭാരവാഹികളുടെയും കമ്മിറ്റികളുടെയും തെരഞ്ഞെടുപ്പും കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K ഹസൻ കോയ ഉദ്ഘാടനം ചെയ്തു. കച്ചവട ലൈസൻസ് ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് K ഹസൻ കോയ പറഞ്ഞു. വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വ്യാപാര സംഘടനകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ മേഖലകളിൽ പഞ്ചായത്തുകളിലെ ലൈസൻസ്, കോർപ്പറേഷൻ ലൈസൻസ്, അതുപോലെ മറ്റു പല ഭക്ഷ്യ ലൈസൻസുകൾ, പിന്നെ തൊഴിൽ നികുതികൾ, ഇതൊക്കെ ഏതെങ്കിലും ഒരു യൂണിറ്റിലുള്ളത് അവർ പ്രയാസപ്പെട്ട് പോയി പരിഹരിക്കുക എന്നല്ലാതെ സർക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തെല്ലാമാണ് വ്യാപാര മേഖലയിലുള്ള പ്രശ്നങ്ങൾ, എന്താണ് അവിടുത്തെ ലൈസൻസിന്റെ സ്വഭാവം, എങ്ങനെയാണ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പഠനം, അങ്ങനെ റിപ്പോർട്ട് നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സംഘടനയുടെ 30 വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സർക്കാർ പഠനം നടത്തട്ടെ, എന്നിട്ട് റിപ്പോർട്ട് വെക്കട്ടെ. ആ റിപ്പോർട്ടിന് മേൽ ചർച്ച ആയാലെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും തിരുവനന്തപുരം, ആലപ്പുഴ, മലപ്പുറം, വയനാട് എന്നീ 4 ജില്ലകളിൽ നിന്ന് പ്രത്യേക ക്ഷണിതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 2013-15 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും ചടങ്ങിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി V സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് KP അബ്ദുൾ റസാഖ്, ജില്ലാ ട്രഷറർ M മുഹമ്മദ് ഹസൻ, ജില്ലാ സെക്രട്ടറി NV അബ്ദുൾ ജബ്ബാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സർക്കാർ നയം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ. BSNL എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് SSA സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BSNL എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ടെലികോം ജില്ലാ സമ്മേളനം ജൂലൈ 29-30 തീയതികളിൽ കോഴിക്കോട് NGO യൂണിയൻ ഹാളിലാണ് നടക്കുന്നത്. CITU അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന സർക്കാർ നയം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മുമ്പിൽ അത് സംരക്ഷിക്കണമെന്നൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടില്ല. ഗവൺമെന്റിന് മുമ്പിൽ എത്തുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നയമാണ്. ആ നയത്തിന് പെടില്ല. BSNL EU ജില്ലാ പ്രസിഡന്റ് A പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KV ജയരാജൻ, K മോഹനൻ, M വിജയകുമാർ, V ഭാഗ്യലക്ഷ്മി, A അബ്ദുൽ നാസർ, M മുരളീധരൻ, PP കൃഷ്ണൻ, E ദേവദാസൻ, K പ്രഭാകരൻ, TT അശോകൻ, KC ബാലൻ, VM ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 175-ലധികം പ്രതിനിധികൾ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു. BSNL എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഈ വർഷം അവസാനത്തിൽ കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. വാർത്തകളിൽ ഒരിടവേള. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നു മലപ്പുറത്ത്. 3G മൊബൈൽ വേൾഡ്, ജസീറ ടവർ, കോട്ട് റോഡ്, മഞ്ചേരി.
EK Tower, Bypass Road, Kondote. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ചേകന്നൂർ മൗലവി 22ാം രക്തസാക്ഷി ദിനം മതഭീകരതാ വിരുദ്ധ ദിനമായി ആചരിച്ചു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശരീഅത്തും പുതിയ കോടതി വിധിയും എന്ന ചർച്ച KP റഹീം ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേകന്നൂർ മൗലവി അനുസ്മരണം കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. 1993 ജൂലൈ 29-നാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത്. അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി ശരീഅത്തും പുതിയ കോടതി വിധിയും എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനം നടന്നു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് KK സാലിം ഹാജി അധ്യക്ഷം വഹിച്ച ചടങ്ങ് KP റഹീം ഉദ്ഘാടനം ചെയ്തു. സെയ്ദലവി അൻസാരി, ജാഫർ അത്തോളി, നഫീസ സെയ്ദ്, KK അബ്ദുൾ അലി, VP സുഹ്റ, VD മജീദ് സുല്ലമി ഉഗ്രപുരം, ബഷീർ തുരൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മതസങ്കുചിതവാദത്തിനും തീവ്രവാദത്തിനും പൌരോഹിത്യവാഴ്ചയ്ക്കുമെതിരെ സമാന ചിന്താഗതിക്കാരായ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് സാമൂഹ്യമായും നിയമപരമായും പോരാടുന്നതിനെക്കുറിച്ച് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആലോചിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. പള്ളിയെയും പുരോഹിതന്മാരെയും പാടെ ഒഴിവാക്കി സ്വതന്ത്രമായ രീതിയിൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹിതരാവാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. സ്ത്രീവിരുദ്ധ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അതിനുള്ള പോരാട്ടം ഏതറ്റം വരെയും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി തുടരുമെന്നും നേതൃത്വം വ്യക്തമാക്കി. മ്യൂസിക് തെറാപ്പി ചേരുവകളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കാരപ്പറമ്പ് ഹാർമണി ഡേ കെയർ സെന്ററിൽ മുൻ അഡീഷണൽ DPI KV വിനോദ് ബാബു ഉദ്ഘാടനം ചെയ്തു. മ്യൂസിക് തെറാപ്പി ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. മ്യൂസിക് തെറാപ്പി ചേരുവകളും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് കാരപ്പറമ്പ് കുറ്റ്യാട്ടുകാവിന് സമീപമുള്ള ഹാർമണി ഡേ കെയർ പ്ലേ സ്കൂളിൽ വെച്ചാണ് ഏകദിന സെമിനാർ നടത്തിയത്. പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു ഡോക്യുമെന്ററി ഫിലിമിന്റെ ചിത്രീകരണവും തദ്വസരത്തിൽ നടന്നു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ ഓട്ടിസം, സൈബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ എന്നിവ ബാധിച്ച കുട്ടികളും ഹാർമണി സ്കൂളിലെ കുട്ടികളും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കൂടെ ഡോക്യുമെന്ററിയിൽ അഭിനയിക്കുന്നുണ്ട്. ഹാർമണി ഡേ കെയർ പ്രിൻസിപ്പൽ തങ്കം വിശ്വനാഥ് അധ്യക്ഷം വഹിച്ച പരിപാടി മുൻ അഡീഷണൽ DPI KV വിനോദ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ വിദ്യാലയത്തിലെ യജ്ഞേശ്വര ശാസ്ത്രി മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ പൂളക്കൽ ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കിഡ്സെറ്റ് മാഗസിൻ എഡിറ്റർ KV ജയദേവൻ, സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ MB വിമേഷ്, അഞ്ജലി മോഹൻ, ലീല സുകുമാരൻ, ലില്ലി ഡൊമിനിക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈകിട്ട് സന്തോഷ് ജോസഫും പാർട്ടിയും അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി. ഫാർമസി മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വടകരയിൽ ജില്ലയിലെ ഫാർമസിസ്റ്റുമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഫാർമസി കൌൺസിൽ മുൻ രജിസ്ട്രാർ G രാധാകൃഷ്ണൻ നായർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫാർമസി ശില്പശാല വടകരയിൽ നടത്തി. ശില്പശാല കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ മുൻ രജിസ്ട്രാർ G രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. December. Okay.
ഡിസംബറിന് മുമ്പ് എല്ലാ ഫാർമസിസ്റ്റുകളും രജിസ്റ്ററിൽ പുതുതായി നമ്മൾ റിന്യൂ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേര് ലിസ്റ്റ് ഓഫ് ഫാർമസിസ്റ്റ് എന്ന ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ആ ബുക്ക് എല്ലാ വർഷവും ഏപ്രിൽ 1-നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഏപ്രിൽ 1 നമ്മൾ ജീവിതമില്ല, ഏപ്രിൽ 1-നാണ് ഗവൺമെന്റ് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഏപ്രിൽ 1 പുറത്തിടുന്ന ലിസ്റ്റ് ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ നിങ്ങളുടെ പേരുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എല്ലാ വർഷവും പുതുക്കണം. ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ ബിജു സിയാർ, ആർ അജിത് കുമാർ, ഡോക്ടർ VP ഗിരീഷ് ബാബു എന്നിവർ ക്ലാസുകളെടുത്തു. ഫാർമസി മേഖല നേരിടുന്ന പ്രശ്നങ്ങളും വിവിധ വിഷയങ്ങളും ശില്പശാലയിൽ ചർച്ച ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ ഫാർമസിസ്റ്റുകൾക്കായാണ് ശില്പശാല നടത്തിയത്. വടകരയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് കടലിൽ അകപ്പെട്ട് 3 മത്സ്യത്തൊഴിലാളികളെ 2 ദിവസത്തിനു ശേഷം കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. വടകര സ്വദേശികളായ അബ്ദുറഹിമാൻ, അഷ്റഫ് ജാഫർ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. മത്സ്യബന്ധനത്തിനിടെ തോണി മറിഞ്ഞ് 1.5 ദിവസം ആഴക്കടലിൽ കുടുങ്ങി അവശരായ 3 തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചു. വടകര ചോമ്പാലിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വടകര ബീച്ച് തോട്ടുങ്ങൽ സി അബ്ദുറഹിമാൻ, പുറന്തര മാടൻ അഷ്റഫ്, ഐത്തല വലിയ പറമ്പിൽ ജാഫർ എന്നിവരെയാണ് തിക്കോടി കടലൂർ ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് 16 നോട്ടിക്കൽ മൈൽ അകലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ച മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M കാശി വിശ്വനാഥന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. തോണിയും എഞ്ചിനും വലയും പിടിച്ചെടുത്ത മീനും നഷ്ടപ്പെട്ടു. വടകര സ്വദേശി KC മെഹമ്മൂദിന്റെ KCM ബ്രദേഴ്സ് തോണിയിൽ മത്സ്യബന്ധനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. 26-ന് ഉച്ചയ്ക്ക് കടലിൽ പോയ ഇവർ രാത്രി മീൻ പിടിക്കുന്നതിനിടെ വലയിൽ ചെളിക്കട്ട കുടുങ്ങി തോണി മറയുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട തൊഴിലാളികൾ സഹായം അഭ്യർത്ഥിക്കാൻ മാർഗമില്ലാതെ തോണിയിൽ അള്ളിപ്പിടിച്ച് നടുക്കടലിൽ കഴിഞ്ഞു. രാത്രിയുണ്ടായ കാറ്റും മഴയും അതിജീവിച്ച് നേരം വെളുപ്പിച്ച ഇവർ ആരെങ്കിലും സഹായിക്കുമെന്ന മനക്കരുത്തിൽ പിടിച്ചു നിന്നു. എന്നാൽ തിങ്കൾ പകലും ഇവർ കുടുങ്ങിയ ഭാഗത്തേക്ക് തോണിക്കാർ ആരും വന്നില്ല. ഉപ്പുവെള്ളം കുടിച്ച് മരണം മുൻപിൽ കണ്ടാണ് കടലിൽ ഒഴുകിയ ഫൈബർ തോണിയിൽ മൂവരും വിറങ്ങലിച്ച് കിടന്നത്. തിങ്കൾ ഉച്ചയോടെ തിരിച്ചെത്തേണ്ട ഇവരെ കാണാതായ വിവരം ഉടമ മഹമ്മൂദ് ഇതിനകം ഫിഷറീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ഫിഷറീസ് അധികൃതർ കോസ്റ്റ് ഗാർഡിന് സന്ദേശം നൽകുകയും ചെയ്തു. ബേപ്പൂർ സ്റ്റേഷനിൽ നിന്ന് ക്യാപ്റ്റൻ ഡെപ്യൂട്ടി കമാൻഡന്റ് T നഗ്മലിന്റെ നേതൃത്വത്തിൽ C-404 കപ്പൽ രാവിലെ 9-ന് തിരച്ചിലിന് പുറപ്പെട്ടു. ഇതിനിടെ മുംബൈക്ക് പോവുകയായിരുന്ന MT ഓക്സ്ട്രി എന്ന ടാങ്കർ കപ്പലുകാർ കടലിൽ 3 പേർ കിടക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് നീങ്ങുകയുണ്ടായി. തോണിക്കാരുടെ വിവരം ചോദിച്ച കപ്പലുകാർ കോസ്റ്റ് ഗാർഡിന് സന്ദേശം നൽകി. ഇതിനകം അപകട സ്ഥലത്തെത്തിയ കോസ്റ്റ് ഗാർഡ് കപ്പൽ മൂവരെയും രക്ഷപ്പെടുത്തി. തുടർന്ന് ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചു. വിവരമറിഞ്ഞ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറായ മറിയം ഹസീന, അസിസ്റ്റന്റ് ഡയറക്ടർ S അനിൽകുമാർ, മെറൈൻ എൻഫോഴ്സ്മെന്റ് CI A സക്കീർ, SI S സുജിത് എന്നിവരും തുറമുഖത്തെത്തിയിരുന്നു. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 35ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഗാനാഞ്ജലി സംഘടിപ്പിച്ചു. 2 പതിറ്റാണ്ടായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകിയത്. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മയിൽ നഗരം ഒരിക്കൽ കൂടി ഇഷ്ടഗാനങ്ങൾ കേട്ടു. 2 പതിറ്റാണ്ടായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് റഫിയുടെ 35ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഗാനാഞ്ജലി അർപ്പിച്ചത്. ഓ ദുനിയാ കെ റഖ്വാലെ മുതൽ മേരെ ദോസ്ത് കിസ്സ വരെയുള്ള സുന്ദര ഗാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 35 ഗാനങ്ങളാണ് പുനരവതരിപ്പിച്ചത്. മെഹബൂബ്, മുഹമ്മദ് സാലു, അബ്ദുൽ ഹമീദ്, മുഹമ്മദ് സാജിദ്, രഞ്ജിനി വർമ്മ, ജിഷ ഉമേഷ് തുടങ്ങിയവരാണ് ഗാനങ്ങൾ അവതരിപ്പിച്ചത്. പപ്പൻ കീബോർഡ്, അനിരുദ്ധൻ ഗിറ്റാർ, പ്രേമൻ ജാസ് പാഡ്, രാജു സാക്സഫോൺ, ഫ്ലൂട്ട്, ശെൽവൻ ഡോലക്, രമേശൻ തബല എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. നടുവട്ടം പൊങ്ങിലോട്ട് വയലിൽ വീടുകൾക്ക് ചുറ്റും അഴുക്കുവെള്ളം കെട്ടിക്കിടന്ന് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. കോർപ്പറേഷൻ 50ാം ഡിവിഷനിലുള്ള കുടുംബങ്ങളാണ് പ്രയാസത്തിലായിരിക്കുന്നത്. വീടുകൾക്ക് ചുറ്റും അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന നടുവട്ടം പൊങ്ങിലോട്ട് വയലിൽ ജനജീവിതം ദുരിതമയമാണ്. കണ്ണടത്തുപള്ളി റോഡിനോട് ചേർന്ന 10ഓളം വീട്ടുകാരാണ് ജീവിക്കാൻ പാടുപെടുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒഴിയാത്ത വെള്ളക്കെട്ടാണ്. ആഴ്ചകളായി കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുകി ദുർഗന്ധം വമിക്കുന്നതിനാൽ വീടുകളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊങ്ങിലോട്ട് വയലിലേക്കുള്ള 4 അടി നടവഴി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മാലിന്യം കലർന്ന വെള്ളക്കെട്ട് നീന്തിയാണ് ഇവരുടെ യാത്ര. ഇത് സാംക്രമിക രോഗഭീഷണി ഉയർത്തുന്നുണ്ട്. മഴ കനത്തു പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന നിലയിലാണിപ്പോൾ. കോർപ്പറേഷൻ 50ാം ഡിവിഷനിലുള്ള കുടുംബങ്ങളാണ് പ്രയാസത്തിലുള്ളത്. കെട്ടിക്കിടക്കുന്ന മലിനജലം ഊർന്നിറങ്ങി മിക്കയിടങ്ങളിലും കിണറുകൾ മലിനപ്പെട്ടു. ഇതിനാൽ മഴക്കാലത്തും കുടിവെള്ളം ചുമന്നെത്തിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. കൊതുകു ശല്യവും രൂക്ഷമായിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കുകൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ രോഗഭീതിയും ഉടലെടുത്തു.
വർഷകാലത്ത് പതിവായുള്ള ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ കോർപ്പറേഷൻ അധികൃതർക്കായിട്ടില്ല. ഫലപ്രദമായ ഓവുചാൽ സംവിധാനം ഇല്ലാത്തതാണ് ദുസ്ഥിതിയുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കാലങ്ങളായി മഴവെള്ളം ഒഴുകിപ്പോരുന്ന വഴികൾ കെട്ടിയടക്കപ്പെട്ടതും വെള്ളം സംഭരിക്കപ്പെട്ട കുഴികൾ നികത്തിയതും തിരിച്ചടിയായി. മഴ പെയ്താൽ തുള്ളിവെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. പൊങ്ങിലോട്ട് വയലിൽ എത്തുന്ന വെള്ളം തൊട്ടടുത്ത പറമ്പിലൂടെ കനാലിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു പതിവ്. വെള്ളപ്പൊക്കം സൃഷ്ടിച്ചതോടെ ചിലർ ചാലിൽ മണ്ണിട്ടത് ഒഴുക്കിനെ ബാധിച്ചു. കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ട് വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തകളിൽ ഒരിടവേള കൂടി. കോഴിക്കോടും വയനാടും കണ്ണൂരും പിന്നിട്ട് 3G മൊബൈൽ വരുന്നുണ്ട് മലപ്പുറത്ത്. 3G Mobile World, Jazeera Tower, Court Road, Manjeri, EK Tower, Bypass Road, Kondote. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ചിത്രങ്ങൾ രചിക്കുന്ന ചരിത്രം കാലത്തിന്റെ ബാക്കി പത്രമാണെന്ന് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഐ ടെസ്റ്റ് ന്യൂസ് ഫോട്ടോ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമകാലിക യാഥാർത്ഥ്യങ്ങളുടെ നേരറിവുകൾ നൽകിയും കാഴ്ചയുടെ പുതുതലമുറകൾ സമ്മാനിച്ചും വേറിട്ട അനുഭവങ്ങൾ നൽകിയ ഐ ടെസ്റ്റ് വാർത്താ ചിത്ര പ്രദർശനം സമാപിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് ഗാലറിയിലായിരുന്നു പ്രദർശനം. ചൊവ്വാഴ്ച നേച്ചർ ആൻഡ് ലെൻസ് എന്ന വിഷയത്തിൽ വന്യജീവി ഫോട്ടോഗ്രാഫർ MA നസീർ ക്ലാസ് എടുത്തു. പച്ചപ്പും കാടും സംരക്ഷിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിയാത്തവരാണ് ഫോട്ടോഗ്രാഫിയെ നശിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമാപന സമ്മേളനം കളക്ടർ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കമാൽ വരദൂർ അധ്യക്ഷനായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 40-ലധികം ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ വീതമാണ് പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തോടനുബന്ധിച്ച് കാണികൾക്കായി ഫോട്ടോ ക്യാപ്ഷൻ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം നൽകി. മലപ്പുറം AR നഗർ കൊളപ്പുറം ദേശീയപാതയ്ക്ക് സമീപം കാടുമൂടി കിടക്കുന്ന ആൾതാമസമില്ലാത്ത പഴയ വീട്ടിൽ നിന്നും 13-അംഗ ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടി. തിരൂരങ്ങാടി CI അനിൽ B റാവുത്തറിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് റെയ്ഡ് നടത്തിയത്. പ്രതികളിൽ നിന്നും 14.75 ലക്ഷം രൂപ പിടിച്ചെടുത്തു. തിരൂരങ്ങാടി CI അനിൽ B റാവുത്തർ, SI K ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് AR നഗർ കൊളപ്പുറം ദേശീയപാതയ്ക്ക് സമീപം കാടുമൂടി കിടക്കുന്ന ആളൊഴിഞ്ഞ പഴയ വീട്ടിൽ നിന്നും 13-അംഗ വൻ ചീട്ടുകൊളി സംഘത്തെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിലൂടെയാണ് പ്രതികളെ പിടികൂടാനായത്. വൈകിട്ട് 5 മണിയോടെ സ്ഥലത്ത് പോലീസ് എത്തി വീട് വളയുകയായിരുന്നു. പ്രതികളിൽ നിന്നും 14,75,000 രൂപയും നിരവധി ചീട്ടുപെട്ടികളും മറ്റും കണ്ടെടുത്തു. സ്ഥിരമായി വ്യത്യസ്ത ക്ഷേത്രങ്ങളിലാണ് സംഘം കളിക്കായി പോകുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘം വാഴക്കാടും കൊണ്ടോട്ടിയിലും ഉണ്ടായിരുന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല. സ്ഥലക്കച്ചവടം നടത്തുന്ന ഒരാളുടെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. വളാഞ്ചേരി, കുറ്റിപ്പുറം, പട്ടാമ്പി, പെരിന്തൽമണ്ണ, തിരൂർ എന്നിങ്ങനെ ജില്ലയിലെ പല ഭാഗങ്ങളിലുമുള്ളവരാണ് പിടികൂടിയ പ്രതികൾ. ഷമീർ റാമൻ ഉള്ള വീട് സെർച്ച് ചെയ്ത് അവിടെ 13 പേര് പുള്ളിവലിയിൽ ചീട്ടുകളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ക്യാമറയിൽ പകർത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. CIക്ക് പുറമെ SI K ഉണ്ണികൃഷ്ണൻ, SI വിജയൻ, ASI സലീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പരമേശ്വരൻ, രാധാകൃഷ്ണൻ, മണികണ്ഠൻ, രതീഷ്, ഷീൻ ജോസ് അബ്ദുള്ള, മുഹമ്മദ് അജ്മൽ, ഫസൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊയിലാണ്ടി ഉപജില്ലാ വിദ്യാരംഗം ഉദ്ഘാടനം AE ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെറുകഥാകൃത്ത് VR സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപക ശില്പശാലയിൽ നിരൂപകൻ KV സഞ്ജയ് ക്ലാസ് നയിച്ചു. വിദ്യാരംഗം കൊയിലാണ്ടി ഉപജില്ലാ പ്രവർത്തനോദ്ഘാടനവും അധ്യാപക ശില്പശാലയും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പ്രശസ്ത ചെറുകഥാകൃത്ത് VR സുധീഷ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മരത്തിന്റെ ചില്ലകൾ മുഴുവൻ മരം നിറയെ ഭൂമിയിലെ സങ്കടങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നടന്നത്. കണ്ണുനീർ തുള്ളി മാത്രമേ മറ്റ് ഏത് കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെയോ ആനന്ദത്തിന്റെയോ ഒരു കണ്ണീര് ഭൂമിയിൽ വീണാൽ ആ കണ്ണീര് ചെന്നിട്ട് ഈ മരത്തിൽ ചെറിയും. അങ്ങനെയാണ് സങ്കടമരമുണ്ടാവും. കണ്ണീര് മാത്രമുള്ള മരം. ഭൂമിയിലെ എത്രയോ ആളുകളുടെ, സ്ത്രീയുടെയും പുരുഷന്റെയും കുഞ്ഞിന്റെയും അച്ഛന്റെയും അമ്മയുടെയും വൃദ്ധന്റെയും ഒക്കെയും കണ്ണീരുകളുടെ
നിറഞ്ഞു വരും. പ്രശസ്ത നിരൂപകൻ KV സജയ് ക്ലാസ് നയിച്ചു. AEO ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മോഹനൻ നടുവത്തൂർ, AEO മനോഹർ ജവഹർ, നഗരസഭാ കൌൺസിലർ സുധാ കിഴക്കപ്പാട്ട്, BPO വിനോദ്, KT രമേശൻ, സജിനി, സായുജ് C എന്നിവർ സംസാരിച്ചു. ലഹരി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഇഷ്ടത്താവളമായി മാറുകയാണ് കോഴിക്കോട് ഫറോക്കും പരിസര പ്രദേശങ്ങളും. ഏറെ അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് നിർമ്മാണ വിതരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസ് നിഗമനം. ലഹരി മാഫിയ ഫറോക്കിലും രാമനാട്ടുകരയിലും പിടിമുറുക്കുന്നതായി പോലീസ് സമീപകാലത്തായി രജിസ്റ്റർ ചെയ്ത കേസുകൾ വ്യക്തമാക്കുന്നു. ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. ഇത് നിയന്ത്രിക്കാൻ ഷാഡോ പോലീസിന്റെ സഹായത്തോടെ കർശന നടപടിയെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ദിവസങ്ങൾക്ക് മുൻപ് ഫറോക്ക് സ്റ്റാൻഡിൽ നിന്നും പാൻ മസാലകളുടെ വലിയ ശേഖരം പോലീസ് പിടികൂടിയിരുന്നു. ശക്തമായ പരിശോധനയാണ് മാഫിയ സംഘങ്ങളുടെ ഏജന്റുമാരെ ഫറോക്കിലിറങ്ങുവാൻ പ്രേരിപ്പിക്കുന്നത്. പൊതുവെ തിരക്ക് കുറഞ്ഞ സ്റ്റേഷനായതിനാൽ സമീപ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും ഇവർ ശ്രദ്ധിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള ഇവിടങ്ങളിൽ വ്യാപകമായി മയക്കുമരുന്ന് വിറ്റുപോകുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, ഒറീസ, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രം ഫറോക്കാണ്. മരിജുവാന ഹെറോയിൽ, പാൻ മസാലകൾ, വൈറ്റ്നർ, ഗ്ലൂ തുടങ്ങി വീര്യം കൂടിയ കൊക്കൈനുകൾ വരെ എത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഗോവയിൽ നിന്ന് എളുപ്പം ലഹരി വസ്തുക്കൾ എത്തിക്കാമെന്നതും മലയോര മേഖലയുടെ സാന്നിധ്യവുമാണ് കോഴിക്കോട് നഗരം മയക്കുമരുന്ന് മാഫിയയ്ക്ക് പ്രിയപ്പെട്ടതാകുവാൻ കാരണം. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. 3G മൊബൈൽ വേൾഡ് ഇനി മലപ്പുറത്തും. കൊണ്ടോട്ടി മഞ്ചേരി ഷോറൂം ചലച്ചിത്ര താരം ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ഷോറൂം ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് പുറമെ മലപ്പുറത്തും പ്രവർത്തനം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ കൊണ്ടോട്ടിയിലും ഉച്ചയ്ക്ക് മഞ്ചേരിയിലുമാണ് മലപ്പുറം ജില്ലയിലെ ഷോറൂമുകൾ തുറന്നത്. 2 ഷോറൂമുകളും സിനിമാ താരം ഫഹദ് ഫാസിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയത്. കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കുന്ന ബൃഹത് ഷോറൂം ശൃംഖലയാണ് 3G മൊബൈൽ വേൾഡ്. പെരിന്തൽമണ്ണ, കോട്ടക്കൽ, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓഗസ്റ്റ് ആദ്യവാരം 3Gയുടെ ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിൽ എല്ലായിടത്തുമായി 100 ഷോറൂമുകൾ തുറക്കുക എന്നതാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതെന്ന് 3G മൊബൈൽ വേൾഡ് MD AK ഷാജി പറഞ്ഞു. 9 വർഷത്തിനുള്ളിൽ മലബാറിൽ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെയാണ് 3G നടത്തിയത്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ക്യാമറ, വാച്ചുകൾ, എന്റർടൈൻമെന്റ്സ് തുടങ്ങിയവയുടെ വിശാലമായ ലോകം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാൻ 3Gക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ ആക്സസറീസുകളുടെ റിപ്പയർ, സർവീസിംഗും 3G ലഭ്യമാണ്. കൂടാതെ 0% തവണ വ്യവസ്ഥയിൽ ഫൈനാൻസ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്കൊപ്പം കമ്പനി ഒരുക്കുന്ന ഓഫറുകൾക്ക് പുറമെ 3Gയും പ്രത്യേക സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നുണ്ട്. എല്ലാ ഷോറൂമുകളും ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ 3G മൊബൈൽ വേൾഡ് MD AK ഷാജി, മാർക്കറ്റിംഗ് ഹെഡ് CV അനീഷ്, ഓപ്പറേഷൻസ് ഹെഡ് നദീർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂർ ശ്രീ മൂകാംബിക അസോസിയേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ KM രാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ R സന്തോഷ് കുമാർ, CP ഷാജിന, ജോക്ലിൻ, AV ഷിബീഷ്, P കൃഷ്ണൻകുട്ടി, VP ഷൈബിൻ, KK ദിനേശൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വാസവും സംസ്കാരവും ഒന്നാണെന്നും വിശ്വാസത്തെ മാറ്റി നിർത്തിയുള്ള സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പൊതുമേഖലാ ബാങ്കുകൾ കുത്തകകൾക്ക് കൈമാറുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ചതെന്ന് AIYF ജില്ലാ പ്രസിഡന്റ് KP ബിനു. കച്ചവട ലൈസൻസ് ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് വ്യാപാരി നേതാവ് K ഹസൻ കോയ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.